നിങ്ങളുടെ ഗ്യാസ് കുറ്റിയുടെ വിലയിൽ നേരിട്ട് കേന്ദ്ര സർക്കാർ തന്നിരുന്ന ഇളവ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരാം എന്ന് പറഞ്ഞ ദിവസം മുതൽ നിങ്ങളത് കണി കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോയത്? ആദ്യം അത് കിട്ടുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള വിവരം അറിയുന്നതിൽ നിന്ന് വലിയൊരു ശതമാനം മനുഷ്യർ, ഡിജിറ്റലി ഇല്ലിറ്ററേറ്റ് ആയ മനുഷ്യർ പുറത്തായി. പിന്നെ നിങ്ങൾ അതില്ലാത്ത സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട മനുഷ്യരായി. പതുക്കെ അത് നിർത്തി. നമ്മുടെ നാട്ടിൽ എത്ര പ്രതികരണങ്ങൾ ഉണ്ടായി? സത്യത്തിൽ എന്തു വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുമായിരുന്ന ഒരു പ്രശ്നമാണത്. പ്രായമായ ഒരു മനുഷ്യൻ്റെ പെൻഷൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. ആദ്യത്തെ പ്രശ്നം, അത് നേരിട്ട് അയാൾക്ക് അറിയണമെന്നില്ല. കാരണം അയാൾക്ക് അതിലിപ്പോൾ ഒരു SMS വരുമ്പോൾ അത് ഉപയോഗിക്കാൻ അറിയുന്ന ആളായിരിക്കണം എന്നില്ല. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ കേരളത്തിനെ സംബന്ധിച്ച് 42% മനുഷ്യർ 70 വയസ്സ് കഴിഞ്ഞവരാണ്. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അവരെത്രമാത്രം ഡിജിറ്റലി ലിറ്ററേറ്റ് ആണ്. അവർ ഡിജിറ്റൽ ഡിവൈഡിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അപ്പം അവരുടെ പെൻഷൻ വന്നു എന്ന് ഒരാൾ അവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞ് അവരുടെ കയ്യൊപ്പ് വാങ്ങി അവരുടെ കയ്യിൽ അത് ചെലവാക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ പണം കൊടുക്കുന്നതും അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നൊരു മെസ്സേജ് അവർക്ക് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ബാങ്കിൽ പോയി ഈ പണം കളക്ട് ചെയ്യുക എന്ന് പറയുന്നതിന് അവരാരെങ്കിലും ആശ്രയിക്കേണ്ടി വരും. കിടപ്പ് രോഗികളല്ലാത്ത മനുഷ്യരെല്ലാവരും നേരെ നടന്നുപോയി ബാങ്കിലേക്ക് എത്താവുന്ന തരത്തിൽ ജീവിക്കുന്ന ആളുകളല്ല. അവരുടെ മരുന്ന്, അവരുടെ ഭക്ഷണം, അവരുടെ നിത്യജീവിത ചെലവുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റാരെങ്കിലും ആശ്രയിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവും. ഈ സാഹചര്യത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് സോഷ്യൽ സെക്യൂരിറ്റിയുടെ അഭാവം, സാമൂഹ്യ സുരക്ഷിതത്വം ഇല്ലാത്ത സാഹചര്യം. 2, മനുഷ്യാന്തസ്സിൽ ഉണ്ടാവുന്ന ഇടിവ്, ഹ്യൂമൻ ഡിഗ്നിറ്റിയിൽ ഉണ്ടാവുന്ന കുറവ് എന്ന് പറയുന്നത്. 2, ഏജൻസി എന്ന് പറയുന്ന കാര്യകർത്തൃത്വം. അതായത് മുമ്പ് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ടാണ് തീരുമാനം എടുത്തിരുന്നത്. അത്തരത്തിൽ തീരുമാനമെടുക്കാനും എന്തിനു വേണ്ടി പണം ചെലവഴിക്കണം, എന്താവശ്യങ്ങൾ ആരോടെങ്കിലും പറയണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ അവർക്കുള്ള ഏജൻസി. ഈ കാര്യങ്ങളെ മുഴുവൻ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ് ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ചെയ്യുന്നത്. ഒരു തടസ്സവുമില്ലാതെ മനുഷ്യരുടെ കയ്യിൽ നേരിട്ട് ആ പണം എത്തുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 3 ലക്ഷ്യവും യാതൊരു കുറവുമില്ലാതെ സാധിക്കുക. അവർക്ക് മറ്റാരെയും ആശ്രയിക്കാതെ, പരാശ്രയം കൂടാതെ, ഒട്ടും അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇല്ലാതെ സർക്കാർ അവരെ സംരക്ഷിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ആ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ മുൻകാല ചരിത്രം കൂടെ പരിഗണിച്ച് നമ്മുടെ സംസ്ഥാനം അതിനെ തടയുകയാണ് വേണ്ടത്.